ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അപ്പോഴാണ് തോന്നുന്നത് നമുക്ക്, അയ്യോ എന്തിനാ വെറുതെ തേങ്ങ ചേർത്തിട്ടും പരിപ്പ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കണം, ഇതന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് കറിയാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഇതിൻ്റെ പേരാണ് മുളകൂശ്യം. പാലക്കാട്ടുകാരൊക്കെ മുളകൂശ്യം എന്നാണ് പറയുക കേട്ടോ. നല്ല സ്വാദാണ് ഈ കറി. അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് നമുക്കിപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ചെറുകിഴങ്ങ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ചെറുകിഴങ്ങ്. നിങ്ങളെല്ലാവരും ഈ ചെറുകിഴങ്ങ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനിത് കേരളത്തിലാണ് ഒരുപാടായി കാണുന്നത്. ബാംഗ്ലൂരൊന്നും ഇങ്ങനെ ചെറുകിഴങ്ങ് ഇങ്ങനെ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ ഉണ്ടായിട്ടുള്ള കിഴങ്ങ് കാണും. അപ്പോൾ ചേമ്പ് കിഴങ്ങും നല്ലതാണ് ദേഹത്തിന്, ചെറുകിഴങ്ങും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചേമ്പ് കിഴങ്ങും ചെറുകിഴങ്ങും ചേനയും എല്ലാം നല്ലതാണ് കേട്ടോ. പൊട്ടറ്റോനും ടാപ്പിയോക്കതിനെക്കാട്ടും വളരെ നല്ലതാണ് ഈ വക കിഴങ്ങുകൾ ദേഹത്തിന് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ മുളകൂഷ് ഉണ്ടാക്കിയത് ഞാൻ. വളരെ നല്ല സ്വാദുള്ളൊരു കറിയാണിത്. ഇത് ഞാൻ എന്തായാലും ഇതിൽ വളരെ സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് തേങ്ങയൊന്നും ചേർക്കാണ്ട് പരിപ്പും ചേർക്കാണ്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാനൊന്ന് എടുക്കട്ടെ. ഇപ്പോൾ തൊലിയൊക്കെ നന്നായി കളഞ്ഞു. അതിൻ്റെ ഞാനെല്ലാം തൊലിയൊക്കെ നന്നായി മാറ്റി. ഇനി ഇതിനെ ഒന്ന് മുറിച്ചിട്ട് ഇത് കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം, അല്ലാണ്ടിയും വേവിക്കാം. നന്നായി വേവുന്ന കിഴങ്ങാണ് കേട്ടോ. ഇപ്പം ഞാനിത് ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് മുറിച്ചിടുക എന്ന് നോക്കുള്ളൂ. ഇതെന്താ അറിയോ വയ്ക്കാൻ പോണേ? മുളകൂശ്യം. മുളകൂശ്യം എന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ ശരിക്കും തേങ്ങ അരച്ച് വെക്കണ കറിയാണ്. അത് മാത്രമല്ല കുറച്ച് തേങ്ങയും പരിപ്പും അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ പാലക്കാട് മുളകൂശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇതിൽ ഞാൻ അങ്ങനെ യാതൊന്നും ഇടുന്നില്ല. ഇത് വെറുതെ നല്ല സ്വാദുള്ളൊരു കറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വളരെ നല്ലതാണ്. റൂട്ട് വെജിറ്റബിൾസ്. കുറച്ച് ഗ്യാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വലിയ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെ ഞാനിതിൽ ചെയ്യുന്നത് ഒരു പച്ചമുളക്. ഇത് ഭയങ്കര എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ഇടുന്നുള്ളൂ. ഇവിടെ എരിവ് അധികം വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്നതാണ് വെളുത്തുള്ളി. 3 വെളുത്തുള്ളി. ഇതാ കണ്ടോളൂ, 3 എണ്ണം. ഇങ്ങനെ 3 വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത്. ഇപ്പം ഞാനിതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചു അതിനെ കേട്ടോ. നല്ലോണം ചതച്ചിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഇതിലേക്കിട്ടു. ലേശം മഞ്ഞൾ, എന്നിട്ട് കുറച്ച് വെള്ളം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ശരിക്കും കുക്കറിൽ വെക്കണം എന്ന് തന്നെ ഇല്ല. പക്ഷെ ഞാനത് നന്നായി വെന്തുടയുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇതിൽ വെച്ചിരിക്കും. ഇപ്പം ഞാനിതിൽ വെളുത്തുള്ളി 3 എണ്ണം ചതച്ചിട്ടിട്ടുണ്ട്. ഞാനത് എടുത്തതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ വീഡിയോ പോയമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. വെള്ളം ഒഴിച്ചു, മഞ്ഞളും ഇട്ടു, ഉപ്പിട്ടിട്ട് ഞാൻ ഇതിനെ ഇനി അടച്ച് വയ്ക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതാ വേവിച്ചിട്ടിട്ട് ഞാൻ വെച്ചു. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരേ ഒരു വിസിലിന് ഞാൻ ഇനി ഇത് ഓഫ് ചെയ്യും കേട്ടോ. എന്നിട്ട് തുറന്നിട്ട് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോളൂ. നന്നായിട്ട് എൻ്റെ ചെറുകിഴങ്ങൊക്കെ നന്നായി വെന്തു. ഇതിന് ചെറുകിഴങ്ങെന്ന് തന്നെ പറയുക. പിന്നെ ഒന്ന് അതിനെ നന്നായി ഉടയ്ക്കാം. ഇതൊക്കെ നന്നായി വെന്തു. ഇനി ഞാനിതിനെ ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഉടയ്ക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, കറി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സായി. ഇതാണ് എൻ്റെ മുളകൂശ്യം. ഇതിൽ പരിപ്പില്ല, തേങ്ങയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലോണം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ആ ഒരു പച്ചമുളകിൻ്റെ നല്ല കാരമുണ്ട് ഇതിലേക്ക്. ഇനി കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറി നല്ല സൂപ്പറായി. ഇതാണ് ഇന്നത്തെ എൻ്റെ മുളകൂശ്യം. നല്ല സ്വാദാട്ടോ ഇത്. സ്വാദെന്ന് പറഞ്ഞാലോ അടിപൊളിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കൂ. ഇത് ചെറുകിഴങ്ങ് വെച്ച് ചെയ്തു. നിങ്ങൾക്ക് ചേമ്പ് കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. സോ
ഞാൻ പറയുന്നതാണ് ഇങ്ങനത്തെ സിമ്പിൾ കറികളൊക്കെ എപ്പോഴും ചെയ്തു നോക്കുക. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ പറയുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഒരു മടിയും വേണ്ട. So see you in the next video with a wonderful recipe. It's bye from Sudha Menon.